നമ്മളങ്ങനെ ഇന്നലെ കയറ്റിയ സാധനം ഇറക്കാനായിട്ട് ഇവിടെ അഹമ്മദാബാദ് എത്തി. ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു, ഇപ്പം രണ്ടാമത്തെ ഡെലിവറിക്ക് നിൽക്കുന്നു. ഒരു ഏരിയയാണ്, ഭയങ്കര ചെറിയ സ്ഥലമാണ്. പക്ഷേ ഉണ്ട് ഈ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഈ ഒരു ഷോപ്പ് പോലെ. ഇതിനകത്താണ് നമ്മുടെ മദർ ബോർഡ് പോലുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഷോപ്പാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് എടുക്കണ്ട എന്നാണ് പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ അകത്ത് കയറി എടുത്ത് കാണിക്കാമായിരുന്നു. ഇത് അത്യാവശ്യം മിക്ക സാധനങ്ങളുടെയും മദർ ബോർഡ് കാര്യങ്ങളും എല്ലാം ഇവിടെ നിർമ്മിക്കുന്നത്. ഈ ലൈറ്റിനകത്ത് വരുന്ന ബോർഡുകൾ സഹിതം ഇവിടെ നിർമ്മിക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ പ്രസ്സിലൊക്കെ ഇരിക്കുന്ന കട്ടിങ് മെഷീനില്ല, അതുപോലെ വെച്ചിട്ട് സൈഡെല്ലാം കട്ട് ചെയ്ത് കല്യാണക്കാർഡ് ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. ഇതെല്ലാം നമ്മുടെ മദർ ബോർഡാണ് കട്ട് ചെയ്തിങ്ങനെ വച്ചേക്കുക. വീഡിയോ എടുക്കട്ടെ എന്ന് ഒന്ന് എടുക്കുന്ന കാര്യം ചോദിച്ചിട്ട് അവരെടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമായിരുന്നു. പക്ഷേ ഒരു രക്ഷയുമില്ല. പിന്നെ ഇവിടെ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനിപ്പോൾ ഇറക്കിയിട്ട് വേണം അടുത്ത ലോഡ് നാട്ടിലോട്ട് നോക്കാം. വന്നിട്ട് കുറച്ച് ദിവസമായി. അവിടെ വ്യാഴാഴ്ച ലോഡ് ഇറങ്ങിക്കഴിഞ്ഞാണ് നമ്മൾ 2-3 ദിവസം ഹാൾട്ടായിട്ട്. ഇവിടുന്ന് വല്ല ഫ്രൂട്ട്സിൻ്റെ ഓട്ടത്തിന് വിളിച്ചാൽ ഇന്നുണ്ടായിരുന്ന ഓട്ടം, ഫ്രൂട്ട്സിൻ്റെ ഓട്ടം. പക്ഷെ അവർക്ക് രാവിലെ വണ്ടി വേണമായിരുന്നു. നമുക്ക് ലോഡ് ഇറങ്ങിക്കഴിഞ്ഞില്ല. രണ്ടാമത്തെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുക, അമ്മ ഇറക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ ഓട്ടം പോയി. ഇനിയിപ്പം നാളത്തേക്കാകുമെന്ന് ഉറപ്പില്ല. ചിലപ്പം മറ്റന്നാളത്തേക്കേ ആകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നു. ശിവണ്ണപ്പുറത്ത് വെളിയിലിരുന്ന് ഫോൺ ചെയ്യുന്നു. രാവിലെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല, ചായ കുടിച്ച്. അതിനുള്ള സൗകര്യം കിട്ടിയില്ല. ഞങ്ങൾ വെളുപ്പിനെ ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഓടി നമ്മൾ ഫസ്റ്റ് സൈറ്റിലെത്തിയായിരുന്നു. ഒരു 8-9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ വന്നു. 10-10:30 ആയപ്പോഴത്തേക്ക് ഇറക്കാൻ തുടങ്ങി. അങ്ങനെ ഇറക്കി കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടോട്ട് വന്നു. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ മാറിയാണ് അടുത്ത സൈറ്റ്. അവിടോട്ട് വന്നു. ഏകദേശം ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പം ഇറക്കിക്കഴിഞ്ഞ് ഇനി ഇവിടെ നോ എൻട്രിയോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ഇനി തിരക്കിയിട്ട് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പോലീസുകാർ കേരള വണ്ടി കാണാനിരിക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പിരിഞ്ഞ് മേടിക്കുക. ഉച്ചക്കലത്തെ ഭക്ഷണം മസാല ദോശ 10 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. കഴിച്ചു നോക്കിയില്ല, കഴിക്കാൻ വേണ്ടി നിൽക്കുന്നു. രാവിലെ ഒന്നും കഴിച്ചില്ല. ഉച്ചക്കലത്തേക്കും കൂടെ ചേർത്ത് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെയിറ്റിംഗ് ദോശയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ലോഡൊക്കെ ഇറക്കി ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറക്കി കഴിഞ്ഞ് ഉച്ചക്കലത്തെ ഫുഡും കഴിഞ്ഞ് ഞങ്ങളൊരു ഗ്രൗണ്ടിലൊക്കെ വന്ന് വണ്ടി ഒതുക്കി ഇവിടെ ഒന്ന് കിടന്ന്. ഉറങ്ങാൻ പറ്റിയില്ല, കുറച്ചു നേരം ഒന്ന് കിടന്ന് നമുക്ക് വേറൊരു ഓട്ടോ ആയിട്ടുണ്ട്. അത് ഫ്രൂട്ട്സിൻ്റെ ഓട്ടോ ആണ്, മലപ്പുറത്തിനാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമ്മുടെ അഹമ്മദാബാദ് മാർക്കറ്റിനകത്തുനിന്ന് ട്രേയും എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അഹമ്മദാബാദിൽ നോ എൻട്രി ഏതാണ്ട് 10 മണി വരെ കണ്ട. അപ്പോൾ നോ എൻട്രി കഴിയാതെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉച്ച മുതലേ ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇവിടെ ഗ്രൗണ്ടിൽ കിടക്കുവാണ്. ഒരു 10 മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നോ എൻട്രി കഴിയുമെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങി പോയി ട്രേയും എടുത്തിട്ട് അവർ പറയുന്ന ലൊക്കേഷനിലോട്ട് ഇവിടുന്ന് ഒരു 200-250 കിലോമീറ്റർ പോകണമെന്ന് പറയുന്നു ലോഡ് കയറ്റാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. നാളെ കയറുമോ ഒന്നും അറിയത്തില്ല. നാളെയും മറ്റന്നാളായിട്ട് ചിലപ്പം കയറത്തുള്ളൂ. ചിലപ്പോൾ നാളെ വൈകുന്നേരമായിട്ട് കയറ്റി കഴിയുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മലപ്പുറം മഞ്ചേരി പാണ്ടിക്കാടോ അങ്ങനെ കണ്ട സ്ഥലത്ത് ചിലപ്പോൾ ഒരു ഡെലിവറി അല്ലെന്നുണ്ടെങ്കിൽ 2 എണ്ണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ഓക്കെ, ശരി.